കൊലക്കേസ് പ്രതി ശിശുക്ഷേമ സമിതിയിൽ ജീവനക്കാരനായി തുടരുന്നതിൽ മൗനം തുടർന്ന സർക്കാർ. മണ്ണന്തല രഞ്ജിത്ത് കൊലക്കേസിലെ 4ാം പ്രതിയായ അജികുമാറാണ് CWCയിൽ ഫസ്റ്റ് ഗ്രേഡ് അസിസ്റ്റന്റായി തുടരുന്നത്. ജീവനക്കാർക്കിടയിൽ അമർഷം രൂക്ഷമായിട്ടും അജികുമാറിന് സംരക്ഷണമൊരുക്കുകയാണ് ഉന്നത CPM നേതൃത്വം. ശിശുക്ഷേമ സമിതി സ്റ്റാഫ് യൂണിയന്റെ തലപ്പത്തും അജികുമാറിനെ അവരോധിച്ചിരുന്നു. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, ഒരു കൊലക്കേസ് പ്രതിയെയാണ് CPM സംരക്ഷിക്കുന്നത്, അതും യൂണിയന്റെ തലപ്പത്തടക്കം അവരോധിച്ചുകൊണ്ട്. എത്രത്തോളം പ്രതിഷേധം ശക്തമാവുകയാണ്? KP, നമ്മൾ പലവിധ നിയമനങ്ങളെ പറ്റിയും അനധികൃത നിയമനങ്ങളെ പറ്റിയും ഒക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു കൊലക്കേസ് പ്രതി ശിശു ക്ഷേമ സമിതി പോലെയുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലൊന്ന്, പ്രത്യേകിച്ച് പോക്സോ കേസിലെ അതിജീവിതകളടക്കമുള്ള പെൺകുട്ടികളെ സുരക്ഷിതരായി പാർപ്പിക്കേണ്ട ഒരു സ്ഥാപനത്തിൽ ഇത്തരത്തിൽ ജീവനക്കാരനായി തുടരുന്നു എന്നുള്ളത് ഒരു ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ്. പ്രത്യേകിച്ച് സ്വഭാവ ദൂഷ്യമുള്ളവരെ പോലും ഈ JJ ആക്ട് അനുസരിച്ച് ബാലനീതി നിയമപ്രകാരം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ ജോലിക്ക് വെക്കുന്നത് പാടില്ല എന്നുള്ളൊരു രീതിയിരിക്കെ ഇത്തരത്തിൽ ഒരു കൊലക്കേസ് പ്രതി, പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ കൊലപാതക കേസിൽ പ്രതിയാകുന്ന ആളെ തന്നെ അതിന് മുൻപും അവിടെ ജീവനക്കാരനായി തുടരുന്നു. കൊലക്കേസ് പ്രതിയായിരിക്കുന്ന സമയത്ത് ഇയാൾ ജയിലിൽ കുറച്ചുകാൽ, അതായത് ഇപ്പോഴും അയാൾ കേസിൽ പ്രതി തന്നെയാണ്. ഇതിനിടയിൽ ഒരു 2008 ഏപ്രിൽ മുതൽ 2009 ഏപ്രിൽ വരെ 1 വർഷത്തോളം അയാൾ ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത് കഴിഞ്ഞ് തിരിച്ച് സർവീസിൽ കയറുന്ന സമയത്ത് വീണ്ടും പ്രൊമോഷൻ അടക്കമുള്ളവ നൽകി അയാൾക്ക് ഒരു സംരക്ഷണം ഒരുക്കുന്ന ഒരു നിലപാടാണ് ഈ CWC സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ CWCയുടെ സ്റ്റാഫ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് കൂടി ഈ പറയുന്ന അജികുമാറിനെ CITU അവരോധിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും അജികുമാറിന് സംരക്ഷണം നൽകുന്ന ഒരു നിലപാടാണ് CWCയും ഇടതുപക്ഷ സർക്കാരും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പലതവണ ഈ വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. മാധ്യമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു, സാംസ്കാരിക നായകരും അടക്കമുള്ളവർ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പിന്നീട് പ്രതിഷേധങ്ങൾ ഉണ്ടായി, രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. എന്നിട്ട് കൂടി ഈ നിലപാടിൽ നിന്ന്, പ്രത്യേകിച്ച് ഈ അജികുമാറിനെ ഈ CWCയിൽ ജീവനക്കാരനായി തുടരുന്നതിൽ മൗനം പാലിക്കുന്ന നിലപാടിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയിട്ടില്ല. ഈ അജികുമാറിന് ചെയ്തു നൽകുന്ന സൗകര്യങ്ങളെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ 99-ലാണ് ഇയാൾ ജീവനക്കാരനായി ഇത്തരത്തിൽ പ്രവേശിക്കുന്നത്. പിന്നീട് 2008 ഈ മണ്ണന്തല രഞ്ജിത്ത് കൊലക്കേസിൽപ്പെട്ട് ഇയാൾ ജയിലിലാകുന്ന സമയം 2008 ഏപ്രിലാണ്. പിന്നീട് 2009 ഏപ്രിൽ ഇയാൾ ജയിലിൽ നിന്ന് പുറത്തു വരുന്നു. എപ്പോഴും വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേസ് അവസാനിച്ചിട്ടില്ല. കേസ് കോടതിയുടെ പരിഗണനയിൽ തന്നെയുണ്ട്. അതിനുശേഷം തൊട്ടടുത്ത ഡിസംബറിൽ, ഏപ്രിൽ കഴിയുന്നു, ഡിസംബർ ആയപ്പോഴേക്കും അയാൾക്ക് ഫസ്റ്റ് ഗ്രേഡ് അസിസ്റ്റന്റായി സ്ഥാനക്കയറ്റം ലഭിക്കുന്നു. ഈ സ്ഥാനക്കയറ്റം ലഭിച്ച പിന്നീട് 2023 ആകുമ്പോഴേക്കും ഫസ്റ്റ് ഗ്രേഡ് അസിസ്റ്റന്റ് സ്ഥാനത്ത് നിന്നും ജൂനിയർ സൂപ്രണ്ടായി സ്ഥാനക്കയറ്റം നൽകുന്നതിനുള്ള അപേക്ഷ നൽകുന്നു. ഈ അപേക്ഷയ്ക്ക് വലിയ പരിഗണന ലഭിക്കുന്നു. CPMന്റെയും എക്കറ്റ് സെന്ററിന്റെയൊക്കെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള പിന്തുണ അയാൾക്ക് ലഭിക്കുന്നു. അത് CWC മുകളിൽ ഇത്തരത്തിലുള്ള ഒരു സമ്മർദ്ദം ഉണ്ടാകുന്നു. പിന്നീട് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം തന്നെ CWC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള GL അരുൺ ഗോപി ഈ വിഷയത്തിൽ സജീവമായി ഇടപെടൽ നടത്തുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. പിന്നീട് ഈ മാധ്യമ വാർത്തകളെ തുടർന്ന് ഈ വിഷയം ഒന്ന് തണുക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ തൽക്കാലം ചവിട്ടിപ്പിടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പക്ഷേ ഇപ്പോഴും അയാൾക്കുള്ള സ്ഥാനക്കയറ്റത്തിന്, ജൂനിയർ സൂപ്രണ്ടായിട്ടുള്ള സ്ഥാനക്കയറ്റത്തിനുള്ള നടപടിക്രമങ്ങൾ അവിടെ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ പറയുന്ന അജികുമാർ ഈ സർവീസിൽ തുടരുന്നതിനെ, പ്രത്യേകിച്ച് പോക്സോ അതിജീവിതകളടക്കം, വീട്ടിൽ നിന്ന് ഓടി വന്നിട്ടുള്ള പെൺകുട്ടികളടക്കം, മറ്റ് പല സാഹചര്യങ്ങളിലായാലും സർക്കാരിന്റെ സംരക്ഷണയിൽ കൊണ്ടുവരേണ്ടി വന്നിട്ടുള്ള പെൺകുട്ടികളടക്കമുള്ളവർ താമസിക്കുന്ന അവരുടെ അതിജീവന അല്ലെങ്കിൽ അവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കേണ്ട, പലയിടത്തുനിന്നും കുട്ടികളെ ദത്ത് നൽകുന്ന സംവിധാനങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഏകോപിപ്പിക്കുന്ന ഒരു സംവിധാനത്തിൽ കേരള സംസ്ഥാന ശിശുക്ഷേമ സമിതിയിൽ ഇത്തരത്തിലൊരു കൊലക്കേസ് പ്രതി ജീവനക്കാരനായി തുടരുന്നത് നിലവിലുള്ള നടപടിക്രമങ്ങളുടെയൊക്കെ ഒരു ലംഘനമാണ്. അല്ലെങ്കിൽ ഒരു തത്വത്തിൽ അത് നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയാണ്, ഈ ബാലനീതി നിയമപ്രകാരമൊക്കെ ഈ സ്വഭാവ ദൂഷ്യമുള്ളവരെ പോലും ഇത്തരം സ്ഥാപനങ്ങളിൽ നിയമിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരു തത്വം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനി അതിനിപ്പോൾ അങ്ങനെ ഒരു നിയമമില്ലെങ്കിൽ ശരി തന്നെ, ഇത്തരം സ്വഭാവ ദൂഷ്യമുള്ളവരെ ഈ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല. കാരണം പെൺകുട്ടികളടക്കമുള്ളവർ താമസിക്കുന്നതാണ്. അപ്പോഴാണ് ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായിട്ട്, കേരളത്തിലെ പോലീസ് പ്രതിയാണെന്ന് കണ്ടുപിടിച്ച് കോടതിയിൽ വിചാരണ നടക്കുന്ന ഒരു പ്രതിയെ, അയാളെ ഈ സർവീസിൽ തുടരാൻ അനുവദിക്കുന്നു. പ്രത്യേകിച്ച് ശിശുക്ഷേമ സമിതി പോലെയുള്ളൊരു സംവിധാനത്തിൽ തുടരാൻ അനുവദിക്കുന്നത്. അതിന് സർക്കാർ പരാതികൾ ഉണ്ടായിട്ടും, അല്ലെങ്കിൽ ആ രീതിയിലുള്ള വാർത്തകളടക്കം പുറത്തു വന്നിട്ടും സർക്കാർ മൗനം പാലിക്കുന്നതും. എന്തുകൊണ്ട് സർക്കാർ പ്രതിയെ സംരക്ഷിക്കുന്നു, എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നുള്ള ചോദ്യമാണ് പ്രസക്തമാകുന്നത്. പ്രജിത്ത് മോഹനാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.